ഹായ് എവരി വൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു മാനസിക പ്രശ്നമാണല്ലേ ഡിപ്രഷൻ. കുട്ടികളിൽ ഉണ്ടാകുന്ന ഡിപ്രഷനെ കുറിച്ച് നമുക്കിന്ന് ക്ലാസ് എടുക്കാൻ വരുന്നത് ഷാമിലയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഷാമില വളരെ വിശദമായി തന്നെ നമ്മളോട് സംസാരിക്കുന്നതാണ്. ഷാമില നമ്മളെ ഡ്രീം ഷൗട്ടേഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ഷാമിലയെ വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം ഷാമില. നമസ്കാരം, ഞാൻ ഷാമില. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. എന്നെ വെൽക്കം ചെയ്ത മാമിനോട് ഞാൻ താങ്ക് യു പറയുന്നു. നിങ്ങളിൽ ഒരാളായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ, എനിക്കറിയണ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ ഒരു ഫീല് വേണം എല്ലാവരും ഇത് ചിലപ്പോൾ ആർക്കും ഒരു ക്ലാസ്സിൻ്റെ ഒരു ഫീല് കിട്ടിക്കോണമെന്നില്ല. എന്നാലും എൻ്റെ അറിവുകൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നു, അത്രമാത്രം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഇവിടെ ഡിപ്രഷൻ ഇൻ ചിൽഡ്രൻ, കുട്ടികളിലെ വിഷാദത്തെക്കുറിച്ചാണ്. കുട്ടികളിലെല്ലാം മുതിർന്നവരിലും നമ്മൾ കാണുന്നതാണ് വിഷാദ രോഗം. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വളരെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്, അഥവാ ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട്, പഠിക്കുന്ന കാര്യത്തിനോടായാലും കളിയുടെ കാര്യത്തിനോടായാലും ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഈ ഡിപ്രഷൻ എന്ന് പറയണത്. ഈ ഡിപ്രഷന് ഉണ്ടായിട്ടിരിക്കുമ്പോൾ അവരെ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ കാണിക്കുകയാണ് ചെയ്യണത്. പക്ഷെ നമ്മൾ മാതാപിതാക്കൾ അതൊന്നും ശ്രദ്ധിക്കണില്ല. ശ്രദ്ധയിൽ പെട്ടാൽ തന്നെ നമുക്കൊരു കുറവാണ്. മറ്റുള്ളവരോട് പറഞ്ഞാലോ അതല്ലെങ്കിൽ വേറെ ആൾക്കാർ അറിഞ്ഞാലോ എന്നുള്ളൊരു ഭയം. കുട്ടികളുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് മുറിവ് പറ്റിയാലോ അല്ലെങ്കിൽ അവർക്കൊന്ന് പെട്ടെന്ന് പനി വന്നാലോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന അതേപോലെ തന്നെ ഈ രോഗത്തിനും നമ്മൾ കാണണം. അത് നമ്മൾ കാണുകയും നമ്മളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയും നമ്മളതിനെ ഒരു നല്ല കൗൺസിലറെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് കാണിക്കുകയാണ് ചെയ്യണം. പക്ഷെ നമ്മൾ പലപ്പോഴും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുട്ടിയുടെ ഭാവിയെ അത് ബാധിക്കുമോ, അതോ ഇനി നമ്മൾ അത് ഇങ്ങനെയുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കാര്യം നമ്മൾ ഒരാളായിട്ട് ചർച്ച ചെയ്യാനോ ഒന്നിനും പോവില്ല. നമ്മളെ മക്കളെ അത് വലുതാവുമ്പോൾ മാറിക്കോളും, അല്ലെങ്കിൽ അതിലൊരു മാറ്റം കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടു നടക്കുകയാണ് ചെയ്യുക. ഇതിൻ്റേതായ പല ലക്ഷണങ്ങളും പല കുട്ടികളും കാണിക്കും. അതിൽ പൊതുവെ കുട്ടികളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് പലതരത്തിലുള്ളതുണ്ട്. അതിൽ ലക്ഷണങ്ങളാണ് അഗ്രസീവ്നെസ് ആൻഡ് സെൽഫ് ഡിസ്ട്രിബ്യൂട്ടീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, കുട്ടികളിൽ പെട്ടെന്ന് ദേഷ്യം കാണിക്കുക, അതുപോലെ തന്നെ അവർ അക്രമ സ്വഭാവം കാണിക്കുക, ഒരു വീട്ടിലുള്ള ഓരോ സാധനങ്ങളൊക്കെ വലിച്ചെറിയുക, TV റിമോട്ട് അങ്ങനെ അവർക്ക് മറ്റേതായ ഓരോ സാധനങ്ങൾ വലിച്ചെറിയും, അങ്ങനെ അക്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. അത് ആ സ്വഭാവം കുട്ടികളിലുണ്ടായിരുന്നെങ്കിൽ അത് ഡിപ്രഷൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് സോഷ്യൽ വിഡ്രോവൽ. സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പൊതുവായ പരിപാടികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരതിലൊന്നും പങ്കെടുക്കില്ല. വീടിൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കും. എന്ത് പരിപാടികളുണ്ടായാലും അവർ പോവുകയില്ല, അതിൽ ശ്രദ്ധ കൊടുക്കുകയും അങ്ങനെയൊന്നും ചെയ്യില്ല. അവരെപ്പോഴും സ്കൂള് കഴിഞ്ഞാൽ വീടും
വീട്ടിൽ നിന്ന് വിടാം, സ്കൂളും അങ്ങനെയുള്ളൊരു പ്രതീതിയായിട്ടാണ് അവരിയ്ക്കുക. അങ്ങനെയാണ് അവർ ചെയ്യണത്. ഇങ്ങനെ കാണുമ്പോൾ സാധാരണക്കാരായ പല മാതാപിതാക്കളും പറയുക എന്താ, ആൺകുട്ടികളാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം അവർ പുറത്തൊന്നും അങ്ങനെ പോകണില്ല, കമ്പനി അടിക്കണില്ല, അപ്പോൾ അവർക്കൊരു ദുശ്ശീലം ഉണ്ടാവില്ല. അവർ അത് ഒരു കമ്പനിയുടെയില്ല, അവർ അങ്ങനെ ദുശ്ശീലങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിൽക്കും എന്നാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ. അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭാവിയിലാണ് ദോഷം ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇൻക്രീസീവ് റിജക്ഷൻസ്, നോ പറയുന്ന ശീലം. എന്തിനും നോ പറയുള്ളൂ. വീട്ടിലെന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും എന്തൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാലും അതെനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ടത് സാധ്യമല്ല എന്നൊക്കെ പറയും. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറയും. എനിക്കത് കഴിയില്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല, അത് മറ്റുള്ളവരെ ഏൽപ്പിക്കുക. അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഇതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ചില കുട്ടികളിൽ കാണപ്പെടുന്ന സ്വഭാവമാണ് ഒരുപാട് അമിതമായിട്ട് ഉറങ്ങുക, അതേപോലെ അമിതമായിട്ട് ആഹാരം കഴിക്കുക. ചിലവരിൽ വളരെയധികം ഉറക്കക്കുറവും ഭക്ഷണമൊക്കെ വേണ്ടായി. അങ്ങനെ പല കുട്ടികളിലും പലതരത്തിലാണ് ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. മറ്റൊരു ലക്ഷണമാണ് തോട്ട്സ് ഓഫ് ഡെത്ത്, ഓഫ് സൂയിസൈഡ്. അവർക്ക് എപ്പോഴും മരിക്കണം, അങ്ങനെ ഉള്ളൊരു ചിന്ത. അതുപോലെ തന്നെ അവരിങ്ങനെ അങ്ങനെയുള്ള കുട്ടികൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ചെയ്യുക. ആരെങ്കിലും എന്നെ സംസാരിക്കാനോ പിടിക്കാനോ എന്തിനെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്താനും അതിനൊക്കെ നിൽക്കും. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള തലവേദനകൾ, തലയുടെ 2 സൈഡ് വേദന, സ്റ്റൊമക്ക് ഏക്കും ഹെഡ് ഏക്കും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാം എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, തലവേദന ഉണ്ട്, തലയുടെ 2 സൈഡ് വേദനയാണ്, അങ്ങനെ വേദന എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കും. പുവർ കോൺസെൻട്രേഷൻ, അതേപോലെ തന്നെ പുവർ കോൺസെൻട്രേഷനും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മൾ എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും അത് എടുത്ത സ്ഥലത്ത് വെക്കില്ല. അതുപോലെ തന്നെ ക്ലാസ്സിലായാലും സ്കൂളിലിരിക്കുമ്പോൾ ക്ലാസ്സിലായാലും ശ്രദ്ധിക്കില്ല, പല സ്ഥലത്താകും ശ്രദ്ധ ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരുപാട് മൈൻഡിലുള്ള വ്യത്യാസങ്ങൾ. പുവർ ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, അതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഒരനുസരണം കാണിക്കില്ല. നമ്മൾ എത്ര പോസിറ്റീവായിട്ട് അവരോട് സംസാരിച്ചാലും അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാനുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല. നമ്മൾ നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളൊക്കെ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് ഉൾക്കൊള്ളാനോ നല്ലത് തിരഞ്ഞെടുക്കാനോ ഒന്നും ഉണ്ടാവില്ല. സംസാരിക്കുമ്പോൾ തന്നെ അവർക്കൊരു ഇഷ്ടക്കേടാണ്. അങ്ങനെ ഒരു കാര്യത്തിലും അവർക്കൊരു ശ്രദ്ധയില്ലായ്മ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വിഷാദരോഗത്തിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മളെ മക്കളിലോ അതുപോലെ നമ്മൾ അറിയുന്ന കുട്ടികളിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഡിപ്രഷൻ്റെ ഭാഗമാണ്. അവരെ ഇത് തുടക്കത്തിലെ ഒരു കൗൺസിലറെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ മെഡിസിൻ ഇല്ലാണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലാതെ ഇതൊരുപാട് കൂടുതലായി കഴിഞ്ഞാലാണ് നമ്മളിതിന് മെഡിസിനും ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിന് വേണ്ട മെഡിസിൻസ് നൽകണമെങ്കിൽ, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലർമാരെ കാണിച്ചിട്ട് അവരെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാത്ത പക്ഷം ഇത് സൂയിസൈഡ് വരെ എത്താനുള്ള കാരണമായിട്ട് തീരും. അപ്പം നമ്മൾ അതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തും. നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ മറ്റുള്ളവരറിഞ്ഞാൽ എന്താവും,
അല്ലെങ്കിൽ കുട്ടിക്ക് അതെന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുമോ അങ്ങനെയൊന്നും പറഞ്ഞാൽ അങ്ങനെ നാണക്കേടും മടിയൊന്നും വിചാരിക്കാണ്ട് അതിനുള്ള നടപടി നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ്. ഈ ഡിപ്രഷൻ ഉണ്ടായാൽ തന്നെ നമ്മൾക്ക് ഓവർകം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി കൊടുക്കുക. അപ്പോൾ അതിലവർ ആ ആക്ടിവിറ്റികൾ ചെയ്തിട്ട് അവരതിലേക്കുള്ള ശ്രദ്ധ തിരിച്ചു വിടുമ്പോൾ ഒരു കുറച്ചൊക്കെ ഈ ഡിപ്രഷനിൽ നിന്നൊരു മാറ്റം. അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയത്ത് ഉറക്കുകയും അതുപോലെ ഒരു നിശ്ചിത സമയത്ത് എഴുന്നേൽപ്പിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ ഒറ്റയ്ക്കിരിക്കുന്ന സ്വഭാവം ഒഴിവാക്കാം. അവരെ ചിന്തകൾ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചറിയാം. അവരെ ഒറ്റയ്ക്ക് ഇരുത്താത്ത രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ ഒരു ഡിപ്രഷന് ഒഴിവാവാൻ പറ്റും ഒരു പരിധി വരെ. ഈ ഡിപ്രഷനായാലും എന്തായാലും നമ്മളെ മക്കൾക്ക് തുടക്കത്തിലുണ്ടാകുമ്പോൾ നമ്മൾ കാണിക്കണം. എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും നമ്മളതിന് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് കാണിക്കുകയും അതിനുള്ള പ്രതിവിധികളൊക്കെ നേടിയെടുക്കുകയൊക്കെ ചെയ്യണം. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ മക്കളായിട്ട് നമ്മൾ കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുകയും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ കുറച്ച് നമ്മൾ അവരുമായി കുറച്ച് അടുപ്പം കാണിച്ചു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഡിപ്രഷൻ എന്നല്ല ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും കാര്യങ്ങളാണ് ഡിപ്രഷനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ എൻ്റെ വോയിസ് കേട്ട എല്ലാവർക്കും നന്ദി. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ക്ലാസ് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന എൻ്റെ സാറിനോടും വനിത മാമിനോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.